ഇതാണ് മാവിനെ നമുക്കൊന്ന് ഇതുകൊണ്ടൊരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനാണ് ഞാൻ പോണത്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് മാവിക്ക്. ഇതിനെ നല്ലോണം സ്മാഷ് ചെയ്യണം. നല്ലോണം സ്മാഷ് ചെയ്ത് കഴിഞ്ഞു. അതിന് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് ഞാൻ നല്ലോണം ഒന്ന് ഇങ്ങനെ ഞാൻ നല്ലോണം ഒന്ന് കുഴച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലൊരു തുണി ഇട്ട് വയ്ക്കണം. അത് ചെറുതായിട്ട് നനച്ച തുണി, നനച്ചൊന്ന് നല്ലോണം ഒന്ന് പിഴിഞ്ഞ തുണി. ഇനി ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ വെക്കണം, അടച്ച് വെക്കണം. അപ്പോൾ നമുക്ക് അടച്ച് വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു ഗ്ലാസ് ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഒരു ഗ്ലാസ് തന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്കിനി അപ്പോൾ ഇത് എടുത്ത് വെച്ചത് അരമണിക്കൂറായി. ഞാനപ്പോൾ ഈ തുണി മാറ്റാണ്. ഇനി ഇതിനെ ഒന്ന് പതുക്കെ ഒന്ന് കുഴച്ച് നമുക്ക് എടുക്കാം. കുഴച്ചിങ്ങനെ ഉരുട്ടിയെടുക്കണം. ഇപ്പം അഥവാ നമ്മൾ അത് എല്ലാം ഉരുളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയ്ക്കും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പഞ്ചസാര ലായനി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഏലക്കായും ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല സ്മെല്ല് വരും. ഇവിടെ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണയിൽ നമുക്കിനി ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയത്തിൽ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കേണ്ടതുണ്ട് നമുക്ക്. എനിക്കിൻ്റെ വായ കൊണ്ടുപോവാ. പറയേ.